ക്ലബിൽ നിന്ന് അവൻ ഓടിയെത്തിയത് ഹോസ്പിറ്റലിലേക്കാണ്. കാമുകിയായ റോസിനോട് അവന് കാര്യങ്ങൾ തുറന്നു പറയണമായിരുന്നു. അവൻ അവളോട് എല്ലാ കാര്യവും പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ അടുത്ത് നിന്ന് സാന്റിയാഗോ മറ്റൊരു വിവരം അറിഞ്ഞു. അതായത് സാന്റിയാഗോയുടെ കൂട്ടുകാരൻ ജാമി കാലിന് പരിക്കുപറ്റി തൊട്ടടുത്ത റൂമിലുണ്ട് എന്നായിരുന്നു അത്. അവനെ അത് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഉടൻ തന്നെ സാന്റിയാഗോ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവിടെ കാലിന് പറ്റിയ മാരകമായ പരിക്കുമായി ജാമി ഉണ്ടായിരുന്നു. സാന്റിയാഗോ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ നിരാശയോടെ അവൻ പുറത്തേക്കിറങ്ങി വന്ന സാന്റിയാഗോയുടെ അടുത്തേക്ക് റോസ് നടന്നു വന്നു. ജാമിയുടെ മുട്ട് നന്നായി തകർന്നിട്ടുണ്ട്, മാത്രമല്ല ലിഗമെന്റിനും നല്ല പരിക്കുണ്ട് എന്ന് റോസ് പറഞ്ഞു. വളരെ വിഷമത്തോടെ സാന്റിയാഗോ അവനിനി കളിക്കാൻ സാധിക്കുമോ എന്ന് റോസിനോട് ചോദിച്ചു. അവൻ ഇനി ചിലപ്പോൾ നേരെ നിൽക്കാൻ കൂടെ സാധിക്കില്ല എന്നായിരുന്നു റോസിന്റെ മറുപടി. സാന്റിയാഗോയ്ക്ക് വലിയ ആഘാതമാണ് ആ വാർത്ത ഉണ്ടാക്കിയത്. ഗ്യാവിന്റെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തിയ സാന്റിയാഗോ ഏറെ ദേഷ്യത്തിലും സങ്കടത്തിലും കുറ്റബോധത്തിലുമായിരുന്നു. ഗ്യാവിനുമായി നടന്ന സംഭവത്തെ ചൊല്ലി വലിയ രീതിയിൽ വഴക്കുണ്ടായി. ഗ്യാവിന്റെ കൂട്ടുകാർ പണത്തിനു വേണ്ടി ആ ഫോട്ടോ പത്രത്തിന് വിറ്റതായിരുന്നു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ വഴക്കിട്ടു. ഒടുവിൽ സാന്റിയാഗോയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഗ്യാവിൻ ആവശ്യപ്പെട്ടു. സാന്റിയാഗോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു സംഭവം നടന്നു. ജോലിക്കിടയിൽ വെച്ച് സാന്റിയാഗോയുടെ അച്ഛൻ മരണപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. ഗ്ലെന്നിലൂടെ സാന്റിയാഗോ ആ വിവരം അറിഞ്ഞു. അവൻ നാട്ടിലേക്ക് വിളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങൾ അവനെ തകർത്തു കളഞ്ഞിരുന്നു. അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവൻ നാട്ടിലേക്ക് പോകാനൊരുങ്ങി. ഗ്ലെൻ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കി. ഗ്ലെന്നിനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഫ്ലൈറ്റിനായി അവൻ കാത്തിരുന്നു. ഇതേ സമയം ന്യൂകാസിൽ ക്ലബിൽ മാനേജറിന്റെ റൂമിലേക്ക് കടന്നു വന്ന ഗെവിൻ പത്രത്തിലുണ്ടായിരുന്ന രണ്ടാമൻ താനായിരുന്നുവെന്ന് പറയുന്നു. മാത്രമല്ല സാന്റിയാഗോയെ താനാണ് അങ്ങോട്ടേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതെന്നും പറഞ്ഞു. ഇത് കേട്ട മാനേജർ അവനെ ഉപദേശിക്കാൻ തുടങ്ങി. ഗെവിൻ, നിന്നെയാണ് എല്ലാ യുവതാരങ്ങളും റോൾ മോഡലാക്കുന്നത്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ജീവിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഈ സമയമെല്ലാം സാന്റിയാഗോ തന്റെ ഫ്ലൈറ്റിനായി കാത്തിരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിലൂടെ താൻ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നതും അച്ഛൻ ഫുട്ബോൾ ഉപേക്ഷിക്കാൻ പറഞ്ഞതും ന്യൂകാസിലിന് വേണ്ടി കളിച്ചതുമെല്ലാം ഓടിയെത്തി. അവൻ ലോസ് ആഞ്ചലസിലേക്ക് അന്നേ ദിവസം മടങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. അവൻ ക്ലബിലേക്ക് തിരിച്ചു പോന്നു. തന്റെ ജേഴ്സി ധരിച്ച് പരിശീലനത്തിനായി ഹാജരായി. എയർപോർട്ടിൽ നിന്ന് തിരികെ വന്ന അവനെ കണ്ട മാനേജർ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് പോകാത്തതെന്ന് തിരക്കി. തനിക്കൊരു നല്ല ഫുട്ബോളർ ആകണം, ജീവിതത്തിൽ താൻ വിജയിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിനാൽ തന്നെ ഞാൻ ഇവിടെ പ്രാക്ടീസിനുണ്ടാകണം. അങ്ങനെ പറഞ്ഞ് അവൻ കഠിനമായി പ്രാക്ടീസ് ആരംഭിച്ചു. അന്ന് വൈകുന്നേരം അവൻ മുത്തശ്ശിയെ ഫോണിൽ വിളിച്ച് ലോസ് ആഞ്ചലസിലേക്ക് അവൻ വരുന്നില്ല എന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ടുനിന്ന മുത്തശ്ശി, സാന്റിയാഗോ, നീ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞു. നീ വരുന്നതിൽ ഒരർത്ഥവുമില്ല, ഇത് ദൈവത്തിന്റെ വിധിയാണെന്നും കൂട്ടിച്ചേർത്തു. അന്ന് വൈകുന്നേരം കഠിനമായി പരിശീലനം നടത്തുന്ന സാന്റിയാഗോയുടെ അടുത്തേക്ക് മാനേജർ എത്തുന്നു. അവനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി മാനേജർ സംസാരിച്ചു. അച്ഛനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ്. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛന് വേണ്ടി നീ നന്നായി പ്രയത്നിക്കുന്നുണ്ട്. ഇന്നത്തേക്ക് അത് മതിയാക്കൂ എന്നും മാനേജർ പറയുന്നു.